കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ നമുക്കിപ്പമുണ്ട് ഡോക്ടർ ഹനീഷ. ഡോക്ടർ ഹനീഷ, വെൽക്കം. ഡോക്ടർ ഹനീഷ, 42 പേരുടെ ലിസ്റ്റിൽ 38 പേരും അനർഹരാകണമെന്നുണ്ടെങ്കിൽ അവിടെ അസ്വാഭാവികമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഹനീഷ? നമുക്ക് 2021 11-ാം മാസം 2021 ജില്ലാ ധനകാര്യ പരിശോധനയുടെ ഭാഗമായിട്ട് നമുക്ക് 3 കത്തുകളാണ് ധനകാര്യ സ്ക്വാഡിൽ നിന്ന്, ഫിനാൻസ് സ്ക്വാഡിൽ നിന്ന് നമുക്ക് മുനിസിപ്പാലിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത്. ആദ്യം വന്ന ലെറ്റർ 63 പേരുടെ, അങ്ങനെ തന്നെ പറയാം, വാർഡ് 7-ലുള്ള 63 പേരുടെ അപേക്ഷയും പെൻഷൻ അപേക്ഷയും മറ്റ് അനുബന്ധ രേഖകളും സമർപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു ലെറ്ററായിരുന്നു. അത് കഴിഞ്ഞ് 2021 തന്നെ 22-ൽ 20 ആളുകളുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വിവരങ്ങൾ നൽകണം എന്നുള്ള ഒരു ലെറ്ററായിരുന്നു. മൂന്നാമത് വന്നത് നമുക്ക് 23-ൽ വന്നത് പിന്നെ ഈ അർഹതാ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ്റെ പേര്, തസ്തിക ആൻഡ് പെൻ. ഈ ഒരു 3 ലെറ്ററുകളാണ് നമുക്ക് ധനകാര്യ സ്ക്വാഡിൽ നിന്നും നമുക്ക് ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇതിനുള്ള റിപ്ലൈ, അതായത് ഇതിനുള്ള മറുപടി കൃത്യമായിട്ട് പോയതുമാണ്. അതിനുശേഷം ഇന്നേ വരെ നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ 38 പേർ അനർഹരാണെന്ന്, ഇപ്പോൾ പറയുന്ന ഈ അനർഹരാണെന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടും നമുക്ക് ലഭിച്ചിട്ടില്ല. നിങ്ങൾ സംസാരിച്ചോ? അതിൽ BMW കാറും 2000 സ്ക്വയർ ഫീറ്റ് വീടും AC മുറികളും ഒക്കെ ഉള്ളവർ ഈ പെൻഷൻ വാങ്ങുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. 5300-ഓളം പേര് കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിൽ പെൻഷൻ വാങ്ങുന്നുണ്ട്. അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. നമുക്കറിയാം, ഏതൊരാൾക്കും സാമൂഹിക സുരക്ഷാ പെൻഷന് അപേക്ഷ നൽകാവുന്നതാണ്. 60 വയസ്സ് കഴിഞ്ഞ ഒരു വാർദ്ധക്യ പെൻഷൻ നൽകാം, വിധവാ പെൻഷൻ നൽകാം. എല്ലാവർക്കും അപേക്ഷ നൽകാൻ അർഹതപ്പെട്ടവരാണ്. അർഹതപ്പെട്ട് അപേക്ഷ നൽകി കഴിഞ്ഞാൽ അത് അതിൻ്റേതായ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകും. ആ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്ന മുറക്ക്, അതല്ലെങ്കിൽ അത് അർഹരാണെങ്കിലും അനർഹരാണെങ്കിലും ആ ലിസ്റ്റ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വന്ന് അതിൽ നിന്ന് നമുക്ക് കൗൺസിലേക്ക് ശുപാർശ ചെയ്യുകയാണ് ഉണ്ടാവുക. അപ്പോൾ ഇപ്പം ഏറ്റവും പുതിയ ഒരു കണക്ക് ഞാൻ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ മാസം ഈ ഒരു 8-ാം തീയതി 48 അപേക്ഷകൾ വന്നതിൽ 30 പേര് അംഗീകാരം ലഭിച്ചവരും 16 പേര് നിരസിക്കപ്പെട്ടവരുമാണ്. 9-ാമത്തെ മാസത്തിൽ 24 അപേക്ഷകളിൽ 18 പേര് പെൻഷൻ അർഹരപ്പെട്ടവരും 6 എണ്ണം നിരസിച്ചവരുമാണ്. ഈ അവസാന മാസം 10-ാം മാസത്തിൽ വന്നതിൽ 51 അപേക്ഷകളിൽ 31 പേര് അർഹതപ്പെട്ടവരും 16 പേര് നിരസിച്ചവരുമാണ്. അപ്പം ഞാൻ പറയണത്, ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. എല്ലാ മാസവും പെൻഷൻ അപേക്ഷകൾ ഉണ്ടാവും. അത് കൃത്യമായിട്ട് അതൊരു സുതാര്യമായ പ്രക്രിയയാണ്. ഞാൻ മനസ്സിലാക്കിയത് ധനകാര്യ വകുപ്പിൻ്റെ കോഴിക്കോട് മലപ്പുറം ഭാഗത്തെ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കൗൺസിലോട് ഹനീഷ ചോദിച്ചോ ഇങ്ങനെ അനർഹർ അവിടെ ഉണ്ടോ? അപ്പോൾ കൗൺസിൽ എന്ന് മറുപടിയാണ് പറഞ്ഞത് ഹനീഷ? തീർച്ചയായിട്ടും കൗൺസിലറോട് മാത്രമല്ല, ഞാനൊരു റാൻഡം ചെക്കിംഗ് ഇതിൽ നടത്തിയതാണ്. 42 പേരിൽ പലവരും ഞാൻ വിളിച്ചപ്പോൾ ഇപ്പോഴും അതാ ഞാൻ പറയാം, കാടടച്ച് വെടിവെക്കാതെ നമ്മൾ ഇതിൽ ഇപ്പോഴും ഈ 42 പേരിലും ഇപ്പോഴും അർഹതപ്പെട്ട പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട്. 1600 എന്ന് പറഞ്ഞ ഒരു വലിയ സംഖ്യയായിട്ട് കണക്കാക്കുന്ന ആളുകൾ ഈ ഒരു ഗ്രൂപ്പിലുണ്ട്. അത് ഇപ്പോഴും വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, AC ഇല്ലാത്തവരുണ്ട് വീട്ടിൽ. ഇനി ആരെങ്കിലും, ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു നഗരസഭാ അധ്യക്ഷ എന്ന നിലയിൽ ഈ കൗൺസിൽ 32 അംഗങ്ങളുള്ള കൗൺസിലാണ് നഗരസഭയ്ക്കുള്ളത്. ഇവരെല്ലാവരും ഒരേ ഒരു സ്വരത്തിൽ പറയുകയാണ്, ഇതിൽ ആരെങ്കിലും അനർഹർ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നടപടിയെടുക്കും. മറ്റൊന്ന്, നിങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ കൗൺസിലർമാർ അറിയാതെ അനർഹർ ഈ പട്ടികയിൽ വരില്ല എന്നാണ്. കാരണം ഇവരുടെ വീട്, ഇവരുടെ ആസ്തി, ഇവരുടെ ബന്ധുക്കൾക്ക്, ഇവരുടെ പങ്കാളിക്ക് ജോലിയുണ്ടോ, സർവീസ് പെൻഷനുണ്ടോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അതാത് മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തിലെ വാർഡ് മെമ്പർക്കും കൗൺസിലർക്കും അല്ലേ അറിയാൻ കഴിയുക. അങ്ങനെ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൗൺസിലറുടെയും നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെയും കൂടി വീഴ്ചയല്ലേ? ഞാനതിൻ്റെ പൂർണ്ണരൂപം പറയാം. 2010 അന്ന് വലിയ മാനദണ്ഡങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അപേക്ഷിച്ച ഒരുപാട് ആളുകൾ ഈ ലിസ്റ്റിലുണ്ട്, ഇപ്പോൾ പറഞ്ഞ ലിസ്റ്റിലുണ്ട്. 2010 നമുക്കറിയാം, നമ്മളെ സാമ്പത്തിക സ്ഥിതിയൊന്നും അത്ര മെച്ചപ്പെട്ടതാവില്ല. ചെറിയ വീടായിരിക്കാം, കാർ ഉണ്ടാവില്ല, AC ഉണ്ടാവില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അന്നത്തെ കാലത്ത് അർഹരായവർ പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ അർഹരായവർ പിന്നീട് അർഹരായിട്ടുണ്ടെങ്കിൽ
അതായിരിക്കും ഈ ലിസ്റ്റിൽ ഉണ്ടാവുക. അല്ല, അങ്ങനെയാണെങ്കിൽ ആരാണ് കണ്ടെത്തേണ്ടത്? തീർച്ചയായിട്ടും നടപടിയെടുക്കും. അതായത് 2010 അർഹരായവർ പിന്നീട് അനർഹരായി മാറിയിട്ടുണ്ടെങ്കിൽ, അഥവാ അവർക്ക് സാമ്പത്തിക ശേഷി കൂടിയിട്ടുണ്ടെങ്കിൽ, അവർക്ക് ജോലി കിട്ടുകയോ മറ്റേതെങ്കിലും ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഈ പട്ടികയിൽ നിന്ന് പുറത്താവണം. 1 ലക്ഷത്തിൽ പുറത്ത് വാർഷിക വരുമാനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ആരാ കണ്ടെത്തേണ്ടത് ഹനീഷ? അത് തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു സംവിധാനം ഇപ്പൊ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. ഒരുപാട് അപേക്ഷകൾ ഓരോ മാസവും വരും. അത് കൃത്യമായിട്ട് നമ്മൾ ഇപ്പോഴത്തെ പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ മസ്റ്ററിംഗ് നമുക്കറിയാം. മസ്റ്ററിംഗ് എല്ലാ വർഷവും നടത്തുന്നുണ്ട്. മസ്റ്ററിംഗിൽ 2023 മാർച്ച് 31 നമ്മൾ ഈ ഒരു ലിസ്റ്റ് മുഴുവൻ പുനഃക്രമീകരിക്കുകയുണ്ടായി. സർക്കാരിൻ്റെ ഓർഡർ പ്രകാരം 2023 മാർച്ച് 31 അതിൽ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നുള്ളത് സർക്കാർ തീരുമാനമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1 ലക്ഷത്തിന് താഴെ വരുമാനമുള്ളവർ മാത്രമേ ഇപ്പോൾ ലിസ്റ്റിലുള്ളൂ. അപ്പോൾ അതിനർത്ഥം ഒരു ലക്ഷത്തിന് താഴെ വരുമാനമുള്ളവരാണ് ഇപ്പോൾ ഈ പറഞ്ഞ 42 പേരും എന്നുള്ളതല്ലേ. വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ വരുമാന സർട്ടിഫിക്കറ്റ് അല്ലേ? സോറി, പ്രവാസികളുടെ ബന്ധുക്കളും പങ്കാളികളും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഞാൻ അന്വേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, റാൻഡം ചെക്കിങ്ങിൽ നമുക്ക് ഞാൻ വിളിച്ച ആളുകളെല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിലേക്ക് വരികയാണ്. BMW ഉള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ വാർഡ് 7 താമസിക്കുന്നവരാണ്. ഒരു അച്ഛനും അമ്മയും മാത്രമാണ് ആ വീട്ടിലുള്ളത്. ഇവരുടെ മകന് BMW ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അവർ താമസം ഇവിടെയല്ല, ബാംഗ്ലൂരോ മൈസൂരോ, അവിടെ ബാംഗ്ലൂർ ചെന്നൈ ഏതോ ഒരു ഭാഗത്താണ്, കേരളത്തിലെ അല്ല. ഇവർ അച്ഛനും അമ്മയും മാത്രമാണ് താമസിക്കുന്നത്. ചെറിയ വീടാണ്. അവർക്ക് പെൻഷൻ അർഹതപ്പെട്ടതാണ് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കൊടുത്തത്. മകൻ അവരെ കൂടെയല്ല, അവരെ വേറെ എവിടെയോ ആണ്. അത് മകൻ കോടീശ്വരനാണ്, പക്ഷേ അച്ഛനും അമ്മയ്ക്കും ഒരിക്കൽ കൂടി പറയാം, ഇതിൽ ഇനിയും സോറി, മകന് BMW വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, പക്ഷേ ആ കുടുംബത്തിന് ക്ഷേമ പെൻഷൻ കിട്ടാനുള്ള അർഹതയുണ്ട് എന്നാണ് ഡോക്ടർ ഹനീഷയുടെ പക്ഷം. മകൻ അവരെ കൂടെയല്ല താമസം, മകൻ വേറെ എവിടെയോ ആണ്, കേരളത്തിലെ അല്ല താമസം. പക്ഷേ ചട്ടപ്രകാരം മകന് ഇത്തരത്തിൽ വരുമാനമുണ്ടെങ്കിൽ, മകന് ഈ 1 ലക്ഷത്തിലധികം രൂപ വരുമാനമുണ്ടെങ്കിൽ, അച്ഛനും അമ്മയും അവരുടെ കൂടെ അല്ല താമസിക്കുന്നുണ്ടെങ്കിൽ ഈ പെൻഷന് അർഹതയുണ്ടോ ഹനീഷ? കൂടെ താമസിക്കുകയാണെങ്കിൽ അവർക്ക് പെൻഷൻ അർഹതയില്ല. വേറെ ദൂരെ താമസിക്കുന്നവർ അച്ഛനെ അമ്മനെ നോക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ അന്വേഷിച്ച ശേഷം നൽകിയ പെൻഷനാണ്. മാത്രമല്ല 2010 വന്ന അപേക്ഷകളാണ് ഇതെല്ലാം. അതിൽ പരിശോധിച്ച് ഇനി ഇതിൽ ക്രമക്കേടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നടപടി